അൺഡിസ്പ്യൂട്ടഡ് WWE ചാമ്പ്യൻ കോഡി റോഡ്സിനും ദ റോക്കിനും ചാമ്പ്യൻഷിപ്പ് മാച്ച് റസൽമേനിയ 41 നൈറ്റ് 1-ൽ മെയിൻ ഇവന്റായി നടക്കുമെന്ന് ഇപ്പോൾ ഒരുപാട് ന്യൂസ് എല്ലാം വരുന്നുണ്ട്. അതുപോലെ തന്നെ സോളോ സിക്കാവ വേഴ്സസ് റോമൻ റെയിൻസ് ഇവർക്ക് റസൽമേനിയ 41 നൈറ്റ് 2 മെയിൻ ഇവന്റ് നടക്കുമെന്നും അപ്പോൾ ഈ രണ്ട് മാച്ച് റസൽമേനിയയിൽ നടക്കാൻ ചാൻസ് ഉണ്ടോ, അതിനെ പറ്റിയെല്ലാം ഈ വീഡിയോയിൽ പറയാം. അതുപോലെ തന്നെ ഈ സ്മാക്ക് ഡൗൺ എപ്പിസോഡിൽ റോമൻ റെയിൻസിന്റെ ബ്ലഡ് ലൈൻ ടീം വന്ന് ഭയങ്കരമായി അറ്റാക്ക് ചെയ്യുന്നത് പോലെ ഒരു സെഗ്മെന്റ് നമുക്ക് കാണാൻ സാധിക്കും. അതിനൊരു കാരണമുണ്ട്, അത് എന്താണെന്ന് പറയാം. അതുപോലെ തന്നെ റോമൻ റെയിൻസിന്റെ ടീമിലാണോ അതോ സോളോ സിക്കാവയുടെ ടീമിലാണോ പുതിയതായി സൈൻ ചെയ്ത റെസ്ലർ, അതായത് ഹിക്കുലിയോ എന്ന റെസ്ലർ വരാൻ പോകുന്നത് എന്ന് നോക്കാം. ഈ രണ്ട് ന്യൂസ് ആണ് മെയിൻ ആയിട്ടും പറയാൻ പോകുന്നത്. അതിനേക്കാൾ മുൻപായിട്ട് ചില ന്യൂസ് എല്ലാം പറഞ്ഞു പോകാം. മോട്ടോർ സിറ്റി മെഷീൻ ഗൺസ് എന്ന TNA എക്കാലത്തെയും ഫേമസ് ആയിട്ടുള്ള ടാഗ് ടീം WWE വരുമെന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് നാളുകളായിട്ടുണ്ട് റൂമർ എല്ലാം വരുന്നത്. അപ്പോൾ ഈ ടീം വരാൻ ചാൻസ് ഉണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയാറുള്ളത് പോലെ TNAയും WWE ഇപ്പോൾ നല്ല രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. ഈ ടീം വന്നു കഴിഞ്ഞാൽ നല്ല മാച്ച് എല്ലാം നമുക്ക് കാണാൻ സാധിക്കും. മുൻപ് TNAയിലൊക്കെ വേറെ ലെവൽ ടീമായിരുന്നു ഇവരുടെ പഴയ മാച്ച് എല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാകും. അപ്പോൾ മോട്ടോർ സിറ്റി മെഷീൻ ഗൺസ് ടീമിനെ പ്രതീക്ഷിക്കാമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം. ഇനി രണ്ടാമത് ഇതുപോലെ ഫേമസ് ആയിട്ടുള്ള മറ്റൊരു ടാഗ് ടീമാണ് AEWയിൽ വർക്ക് ചെയ്തു വരുന്ന ലൂച്ച ബ്രദേഴ്സ്. അപ്പോൾ ഈ ഒരു ടീമിന്റെ ഡീല് AEWയുമായിട്ട് അവസാനിക്കാൻ പോകുന്നു എന്നൊക്കെയാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇവർക്ക് തുടർന്ന് AEWയിൽ വർക്ക് ചെയ്യാൻ താല്പര്യമില്ല. ഇവർക്ക് WWE വന്ന് വർക്ക് ചെയ്യണം എന്നാണ് അവരുടെ ആഗ്രഹം. അതുകൊണ്ട് ലൂച്ച ബ്രദേഴ്സ് WWE വരും എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് ന്യൂസ് എല്ലാം വരുന്നുണ്ട്. ഇപ്പോൾ ഈ ന്യൂസാണ് ഭയങ്കരമായി മുന്നോട്ട് പോകുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി പെൻറ്റഗൺ ജൂനിയർ താൻ WWE പോയി വർക്ക് ചെയ്യില്ല എന്ന് മുൻപൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ വരുന്ന ന്യൂസിൽ അവർ ഇങ്ങോട്ട് വരും എന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് സാധ്യതയുണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ സാധ്യത അല്പം കുറവ് പോലെ തന്നെയാണ് തോന്നുന്നത്. ഇതിന് മറ്റൊരു കാരണം, ഇതേ ന്യൂസ് വരുന്ന സമയത്ത് തന്നെ മറ്റൊരു പ്ലാനും വന്നിട്ടുണ്ട്. അതായത് AEW മനഃപൂർവ്വം ഒരു സ്ക്രിപ്റ്റഡ് പോലെ ലൂച്ച ബ്രദേഴ്സ് AEW വിട്ട് പോകുന്നത് പോലെ കാണിക്കുന്നതാണെന്നും അതല്ലാതെ ലൂച്ച ബ്രദേഴ്സ് ടീമിനെ ഒന്നും ഇവർക്ക് വിട്ടുകൊടുക്കാൻ താല്പര്യമില്ല എന്നാണ് പറയുന്നത്. ഇതേപോലെ മുൻപ് MJFനെ വെച്ചും AEW ഒരു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് MJF AEW വിട്ട് പോകുന്നത് പോലെ അതിനുശേഷം WWE വരുമെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ അതുപോലത്തെ ഒരു പ്ലാനാണ് ഇത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് തന്നെയായിരിക്കും കാരണം എന്ന് പറയുന്നില്ല. ചിലപ്പോൾ ലൂച്ച ബ്രദേഴ്സിന് ശരിക്കും WWE വന്ന് വർക്ക് ചെയ്യാൻ താല്പര്യം തോന്നിക്കാണും. അങ്ങനെ വരാണെങ്കിൽ നല്ല കാര്യമാണ്. ഇവരെല്ലാം വേറെ ലെവൽ പെർഫോമൻസ് ആണ്. ഇപ്പോൾ WWE മാസ്ക് ഇട്ടിട്ടുള്ള റെസ്ലേഴ്സിന്റെ എണ്ണം വളരെയധികം കുറവാണ്. അപ്പോൾ ഇവർ വരാണെങ്കിൽ ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് ഒക്കെ കൊടുത്താൽ വേറെ ലെവലായിരിക്കും. ഇനി പറയാൻ പോകുന്നത് NXT ഫാൻസിന് വേണ്ടിയിട്ടുള്ള ന്യൂസാണ്. അതായത് NXT നമ്മൾക്കറിയാം ഇപ്പോൾ USA നെറ്റ്വർക്കാണ് ടെലികാസ്റ്റ് ചെയ്യുന്നത്. എന്നാൽ ഒക്ടോബർ മാസം 1-ാം തീയതി മുതൽ USA നെറ്റ്വർക്കുമായിട്ടുള്ള WWE NXTയുടെ ഡീലെല്ലാം അവസാനിക്കും. പിന്നീട് NXT ടെലികാസ്റ്റ് ചെയ്യാൻ പോകുന്നത് CW പ്രീമിയർ എന്ന നെറ്റ്വർക്കാണ്. അപ്പോൾ ഇവർ ടെലികാസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഒക്ടോബർ 1-ാം തീയതിയാണ്. അപ്പോൾ ഒക്ടോബർ 1-ാം തീയതി അതായത് CW പ്രീമിയർ ഫസ്റ്റ് നടത്തുന്ന ഷോയിൽ CM പങ്ക് വരുന്നുണ്ട് NXTയിൽ. അപ്പോൾ അത് മറക്കാതെ കാണുക. അത് മാത്രമല്ല അതിനുശേഷം ഒക്ടോബർ മാസം 8-ാം തീയതി നടക്കുന്ന NXT ഷോയിൽ റാൻഡി ഓർട്ടനും വരുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും മറക്കാതെ നോട്ട് ചെയ്ത് വയ്ക്കുക. ഇവർ രണ്ടുപേരും അവിടെ വരും എന്നാണ് നമ്മൾക്കറിയാൻ സാധിക്കുന്നത്. പിന്നെ ഇനി മുതൽ USA നെറ്റ്വർക്കിലല്ല NXT CW പ്രീമിയറിലാണ്. ഇതുകൊണ്ട് നമ്മൾക്ക് യാതൊരു മാറ്റമൊന്നും ഉണ്ടാവില്ല. സോണി 10-1 തന്നെ നിങ്ങൾക്ക് NXT കാണാൻ സാധിക്കും. അടുത്തത് അണ്ടർടേക്കർ പറഞ്ഞിട്ടുള്ള 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാം. അതിനുശേഷം മറ്റ് ന്യൂസ് എല്ലാം നോക്കാം. അപ്പോൾ അണ്ടർടേക്കർ പറഞ്ഞതിൽ ഒന്നാമത്തെ കാര്യം ലോഗൻ പോളിനെ പറ്റി ഭയങ്കരമായി പുകഴ്ത്തി സംസാരിച്ചിട്ടുണ്ട്. അതായത് ലോഗൻ പോൾ കാരണം യുണൈറ്റഡ് ചാമ്പ്യൻഷിപ്പിന് ഇപ്പോൾ നല്ല പവർ വന്നതായിട്ടും അണ്ടർടേക്കർ പറയുന്നുണ്ട്. അപ്പോൾ ഇത് ശരിയാണോ എന്ന് ചോദിച്ചാൽ 100% ശരിയാണ് അണ്ടർടേക്കർ പറയുന്നത്. അതായത് ലോഗൻ പോൾ ചാമ്പ്യൻഷിപ്പ് മാച്ചിൻ്റെ എണ്ണം കുറവായിരിക്കാം ചെയ്തിട്ടുണ്ടാകുക. എന്നാൽ ലോഗൻ പോൾ പോകുന്ന എല്ലാ ഷോസിലും തൻ്റെ കയ്യിലുള്ള WWE യുണൈറ്റഡ് ചാമ്പ്യൻഷിപ്പ് എല്ലാം എടുത്തുകൊണ്ടാണ് പോകുന്നത്. ഇതുകൊണ്ട് തന്നെ WWEക്ക് നല്ല മാർക്കറ്റിംഗ് അതിൽ നിന്നും കിട്ടിയിരുന്നു. അതുപോലെ ലോഗൻ പോൾ പോകുന്ന പല സ്ഥലങ്ങളിലുള്ളവരെയും WWE കൊണ്ടുവരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം വെച്ചാണ് അണ്ടർടേക്കർ പറഞ്ഞിട്ടുള്ളത് ആ ചാമ്പ്യൻഷിപ്പിന്റെ പവർ അല്ലെങ്കിൽ ഹൈപ്പ് എല്ലാം ഇപ്പോൾ കൂടിയിട്ടുണ്ട് എന്ന്. അതുപോലെ രണ്ടാമത് പറഞ്ഞത് അണ്ടർടേക്കറിന്റെ ഡ്രീമാണ്. അതായത് അണ്ടർടേക്കറിന് വീണ്ടും
ഒരു മാച്ച് ചെയ്തുകൊണ്ട് WWE വിട്ട് പോകണം എന്നുള്ള താല്പര്യം കാണിച്ചിട്ടുണ്ട്. അതായത് ലൈവ് ഓഡിയൻസിന് മുന്നിൽ അണ്ടർടേക്കറിന് ഒരു മാച്ച് ചെയ്യണമെന്ന്. അപ്പോൾ ഈ ഒരു ആഗ്രഹം നടക്കുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ചിലപ്പോൾ നടക്കാൻ ചാൻസ് ഉണ്ട്. എന്തായാലും അണ്ടർടേക്കർ മെഡിക്കലി ക്ലിയർ ആണെങ്കിൽ ട്രിപ്പിൾ എച്ച് ആയാലും WWE ആയാലും ഫൈറ്റ് ചെയ്യാനായിട്ട് വിടും. അപ്പോൾ ഒരു മാച്ചും കൂടിയുമാണ് അണ്ടർടേക്കറിന്റെ ഡ്രീം. അതിന് എന്തായാലും നോക്കാം. ഇതിനു മുൻപ് ലാസ്റ്റ് കണ്ട മാച്ച് AJ സ്റ്റൈൽസിന്റെ കൂടെയാണ്. അപ്പോൾ അദ്ദേഹത്തിന് ആഗ്രഹമുണ്ട് വീണ്ടും ഒരു മാച്ച് ചെയ്യാൻ. അഥവാ വന്നാലും നമ്മൾക്ക് വളരെയധികം സന്തോഷമായിരിക്കും. അത് ആ സമയത്ത് നമ്മൾ മാച്ചിന്റെ ക്വാളിറ്റി ഒന്നും നോക്കില്ല. കാരണം അണ്ടർടേക്കറിനെ കണ്ടാൽ മതി എന്നുള്ള ലെവലിലായിരിക്കും ആ മാച്ചിന് മൊത്തം സപ്പോർട്ടും കിട്ടുക. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാം. വീണ്ടും അണ്ടർടേക്കറിന്റെ ഒരു മാച്ച് നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടോ എന്ന്. ഇനി സോളോ സിക്കാവ, റോമൻ റെയിൻസ്, ഇവരിൽ ആരുടെ കൂടെയാണ് ലിയോ എന്ന റെസ്ലർ പോകാൻ ചാൻസ് ഉള്ളത് എന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു റെസ്ലറിന്റെ പേര് ചിലപ്പോൾ WWE വരുന്ന സമയത്ത് ലിയോ ടോങ്ക എന്നായിരിക്കാം. ഈ റെസ്ലർ വന്നതിന് ശേഷം ആരുടെ കൂടെയാണ് ജോയിൻ ചെയ്യാൻ പോകുന്നത് എന്ന് വെച്ചാൽ റോമൻ റെയിൻസിന്റെ കൂടെയല്ല, അത് സോളോ സിക്കാവയുടെ കൂടെയാണ്. അതാണ് ഞാൻ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞത്. ബ്ലഡ് ലൈൻ ടീം റോമൻ റെയിൻസിനെ അറ്റാക്ക് ചെയ്യുമെന്ന്. അതായത് ജേക്കബ് ഫാട്ടൂന് ഇപ്പോൾ കാലിൽ ഒരു ഇഞ്ചുറി സംഭവിച്ചിട്ടുള്ളത് കൊണ്ട് സോളോ സിക്കാവ ലിയോ ടോങ്ക അഥവാ ഹിക്കു ലിയോ എന്ന ഈ ഒരു റെസ്ലറെ കൊണ്ടുവന്നുകൊണ്ട് റോമൻ റെയിൻസിനെതിരെ നിർത്തി റോമൻ റെയിൻസിനെ അറ്റാക്ക് ചെയ്യിപ്പിക്കാനാണ് ഈ സ്മാക്ക് ഡൗൺ എപ്പിസോഡിൽ ചാൻസ് ഉള്ളത്. അപ്പോൾ ഇത് കൺഫേമായി നടക്കും എന്നല്ല, ഇങ്ങനെയാണ് വരാൻ ചാൻസ് ഉള്ളത്. ലിയോ ടോങ്ക എന്ന റെസ്ലർ സോളോ സിക്കാവയുടെ ടീമിലാണ് ജോയിൻ ചെയ്യുക. ഇനി റെസൽമേനിയ 91, 92 മെയിൻ ഇവന്റ് മാച്ചിനെ പറ്റി ഇപ്പോൾ വന്നിട്ടുള്ള ന്യൂസിനെ പറ്റി പറയാം. അതായത് ഒന്നാമത്തെ മാച്ച് റോക്ക് കോഡി, രണ്ടാമത്തെ മാച്ച് റോമൻ സോളോ. അപ്പോൾ ഈ മാച്ചെല്ലാം റെസൽമേനിയയിൽ നടക്കുമോ എന്ന് ചോദിച്ചാൽ ഇപ്പോൾ വന്നിട്ടുള്ള ഈ പ്ലാൻ നടക്കാൻ ചാൻസ് ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇത് WWE ചെയ്ത പ്ലാൻ ആയിട്ടാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. എന്തുകൊണ്ടാണ് നടക്കാൻ ചാൻസ് ഇല്ല എന്ന് ഞാൻ പറയുന്നത് എന്ന് വെച്ചാൽ കോഡി റോഡ്സ്, റോക്ക് ഇവർക്ക് അൺഡിസ്പ്യൂട്ടഡ് ചാമ്പ്യൻഷിപ്പ് റെസൽമേനിയയിൽ വെച്ച സെറ്റാകും, നല്ല മാച്ചായിരിക്കും. പക്ഷെ സോളോ വേഴ്സസ് റോമൻ മാച്ച് റെസൽമേനിയയിൽ വെച്ച അത്രയ്ക്ക് സെറ്റാകാൻ ചാൻസ് ഇല്ല. അതായത് റെസൽമേനിയ വരെ നമ്മൾ ബ്ലഡ് ലൈൻ സ്റ്റോറി ലൈൻ കണ്ടിരുന്നാൽ ആ മാച്ചിന് ഇപ്പോഴുള്ള ഹൈപ്പ് എല്ലാം പോയി കിട്ടും. ആ മാച്ച് മിക്കതും ബാഡ് ബ്ലഡ് സ്പെഷ്യൽസിൽ വെക്കുകയാണെങ്കിൽ നന്നായിരിക്കും. അതല്ലെങ്കിൽ ജനുവരി മാസം നടക്കുന്ന റോയൽ റംബിൾ മാച്ചിലൊക്കെ സോളോ സിക്കാവ, റോമൻ റെയിൻസ് ഇവർക്ക് മാച്ച് വെക്കണം. അപ്പോൾ എൻ്റെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ റോയൽ റംബിൾ 2025 അൺഡിസ്പ്യൂട്ടഡ് WWE ചാമ്പ്യൻ കോഡി റോഡ്സും റോക്കും ചാമ്പ്യൻഷിപ്പ് മാച്ച് മെയിൻ ഇവന്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതേപോലെ സോളോ സിക്കാവ, റോമൻ റെയിൻസ് ഇവരുടെ സിംഗിൾസ് മാച്ചും അതേ റോയൽ റംബിളിൽ നടക്കാൻ ചാൻസ് ഉണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് എന്ന് വെച്ചാൽ ഇങ്ങനെ ചെയ്താൽ മാത്രമേ റോക്ക് വേഴ്സസ് റോമൻ റെയിൻസ് സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റൂ. അതായത് റോമൻ റെയിൻസ് സോളോ സിക്കാവയെ ക്ലീനായിട്ട് റോയൽ റംബിൾ മാച്ചിൽ തോൽപ്പിക്കുന്നു. അതിനുശേഷം റോക്ക്, കോഡി റോഡ്സ് ഇവരുടെ ചാമ്പ്യൻഷിപ്പ് മാച്ചിൽ വന്ന് റോക്കിനെ അറ്റാക്ക് ചെയ്തുകൊണ്ട് ഇവരുടെ സ്റ്റോറി ലൈൻ സ്റ്റാർട്ട് ചെയ്ത് പിന്നീട് റോക്ക് വേഴ്സസ് റോമൻ റെസൽമേനിയ മെയിൻ ഇവൻ്റായി നടക്കുന്നു. ഇങ്ങനെയാണ് ഇവർ പ്ലാൻ ചെയ്യാൻ ശരിക്കും ചാൻസ് ഉള്ളത്. പക്ഷേ ഇപ്പോൾ ന്യൂസ് എല്ലാം വന്നിട്ടുള്ളത് ഞാൻ മുൻപ് പറഞ്ഞതുപോലെ 2 നൈറ്റ് മെയിൻ ഇവന്റ് റോമൻ സോളോ, കോഡി റോക്ക് ഇങ്ങനെ നടക്കും എന്നാണ്. അപ്പോൾ അതിന് ചാൻസ് കുറവായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്നാൽ വന്നിട്ടുള്ള ന്യൂസിൽ ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാം. പിന്നെ ഇങ്ങനെ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ റോക്ക് റോമൻ മാച്ച് റെസൽമേനിയ 42 വരേക്കും നമ്മൾ കാത്തിരിക്കേണ്ടി വരും. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ അടുത്ത വർഷം തന്നെ റോക്ക് റോമൻ മാച്ച് കാണുമെന്നാണ്.